എന്തുകൊണ്ടായിരുന്നു ചേട്ടൻ അത്ര അങ്ങനെ ഒരു ഇതെടുക്കാൻ അഡ്വൈസ് എന്ന് പറയുന്നത് പാപ്പാൻ കോൺഫിഡൻസ് തരാമെങ്കിൽ എന്തും ചെയ്യാം. അപ്പൊ ഞാൻ ഈ പ്രായക്കര പാപ്പാനിൽ അഭിനയിക്കാൻ പോകുന്നിടത്ത് നിർണയം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ പോകുന്നത്. അപ്പൊ മോഹൻലാൽ എന്നോട് പറഞ്ഞു ആനയുമായിട്ട് അഭിനയിക്കുന്നത് കൊള്ളാം, അടിവേരുകൾ എന്ന സിനിമയിൽ എനിക്ക് ആനയുമായിട്ട് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. മോഹൻലാൽ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ജഗദീഷിനോട് പറയാം, അത് വളരെ സീരിയസ് ആണ്, തമാശയല്ല. അത് ഞാൻ ഫോളോ ചെയ്തു. ലാല് പറഞ്ഞെന്താ വെച്ചാൽ ആനയുടെ അടുത്ത് നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ മാനറിസം വെച്ച് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ കൈയെടുത്തൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ അവനെ കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയെടുത്ത് സംസാരിക്കും. ഇത് ആനയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ സംസാരിക്കരുത്, മുമ്പിൽ നിന്ന് ചെയ്യരുത്. ആന വിചാരിക്കുന്ന അതിനെ ആക്രമിക്കാൻ പോകണം. ഞാൻ ഇന്നലെ അവിടെ ആനയെ അടിക്കാൻ പോകുന്നതെന്നാണ് ആനയുടെ വിചാരം. ആന തുമ്പിക്കേട്ട് അടിച്ച് തെറിപ്പിച്ചു കളയും. അപ്പൊ ആനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അത് നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ജീവിയല്ല. അപ്പൊ അതുകൊണ്ട് അതിന് തെറ്റിദ്ധാരണ വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൾക്കാർ ക്രൗഡിന്റെ ഇടയിൽ ആന ഇടയുന്നതും ഇങ്ങനെയൊക്കെ വരുന്നതും. പല ആനയുടെ അടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ ഓവറായിട്ട് സ്വാതന്ത്ര്യം എടുത്ത് കുട്ടികൾ എന്തെങ്കിലും കാണിക്കുമ്പോൾ ആന വിരളുന്നൊക്കെ അപ്പോഴാണ് ആനയുടെ ഇറിറ്റേഷൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ. ഇപ്പൊ പാപ്പാൻ കോൺഫിഡൻസ് തന്നാൽ നമുക്ക് ആനയായിട്ട് എന്തും ചെയ്യാം. ഗജരാജമന്ത്രം എന്നൊരു സിനിമയിൽ പാപ്പാൻ കോൺഫിഡൻസ് തന്നു. ആനപ്പുറത്ത് നിന്ന് ഞാൻ ഇറങ്ങി വന്ന് സെയിം ഷോട്ടിൽ തന്നെ വില്ലന്മാരെ ഇടിക്കുന്ന ഷോട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ റിസ്കി ഷോട്ടാണ്. പക്ഷേ പാപ്പാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്തോണം. ഞാൻ പറയുന്ന അനുസരിച്ച് ആന അപ്പം ഇങ്ങനെ കാലുവിൽ താഴ്ത്തി തന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന് വില്ലന്മാരെ ഇടിക്കണം. ബാബുരാജിനെയൊക്കെ ഇടിച്ച് നിരത്തുക. റിയൽ ലൈഫിൽ ബാബുരാജിന്റെ ഒറ്റ ഇടി കൊണ്ട് ഞാൻ താഴെ വീഴും. ആദ്യത്തെ ഇടിയിൽ തന്നെ ഞാൻ താഴെ വീഴും.